ഹായ് ഡിയേഴ്സ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റ് ഓപ്ഷനുകൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായതിന് ശേഷമാണ് മോപ്പപ്പ് റൗണ്ട് ആരംഭിക്കുന്നത്. 2020-21 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായുള്ള മോപ്പപ്പ് അലോട്ട്മെന്റിലേക്കായി വിദ്യാർത്ഥികൾക്ക് നവംബർ 16 മുതൽ നവംബർ 17 വൈകിട്ട് 3 മണി വരെ പുതുതായി ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ ഇന്ന് വന്ന അപ്ഡേറ്റ്സ് ആണ്. ഇന്ന് മുതൽ തന്നെ നവംബർ 17 വരെയാണ് ഒഴിവുകൾ. വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. നാളെ വൈകുന്നേരം കൂടി പുതുതായി ഓപ്ഷനുകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒഴിവുകൾ നികത്തുന്നതിനായി നടത്തപ്പെടുന്ന ഈ ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും പ്രോസ്പെക്ട്സ് പ്രകാരമുള്ള യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി മുൻ അലോട്ട്മെന്റ് പ്രകാരം സ്വാശ്രയ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ മോപ്പപ്പ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അതിൽ മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവുന്നതല്ല. മുൻ അലോട്ട്മെന്റ് പ്രകാരം സർക്കാർ എയ്ഡഡ്, സർക്കാർ നിയന്ത്രിത കോളേജുകളിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്കും അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടാൻ കഴിയാത്തതോ പ്രവേശനം നേടിയതിനു ശേഷം വിടുതൽ വാങ്ങിയവരോ ആയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഒഴിവുള്ള സീറ്റുകളിൽ പരിഗണിക്കപ്പെടാൻ പുതുതായി ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ എയ്ഡഡോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജുകളോ ഉണ്ട്. ആ കോളേജുകളിലാണ് നിങ്ങൾക്ക് പ്രവേശനം നേടിയിട്ടുള്ളതെങ്കിൽ അവർക്ക് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി ഒന്നാം ഘട്ടത്തിലോ രണ്ടാം ഘട്ടത്തിലോ നിങ്ങൾ ക്വിറ്റ് ചെയ്തവരാകാം, അവർക്ക് മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം. ഇനി ഒട്ടും അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാം. പക്ഷേ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അല്ലെങ്കിൽ സ്വാശ്രയ ഫാർമസി കോളേജുകളിൽ പ്രവേശനം ലഭിച്ച കുട്ടികൾ മാത്രം മോപ്പപ്പ് റൗണ്ടിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പ്രിയ വിദ്യാർത്ഥികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ നിലവിൽ എവിടെയാണോ പ്രവേശനം ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ മോപ്പപ്പ് റൗണ്ട് വഴി അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളേജോ കോഴ്സോ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ പുതിയ റൗണ്ടിൽ കിട്ടിയ കോളേജ് ആയിരിക്കും നിങ്ങൾ പിന്നെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നന്നായിട്ട് തീരുമാനിച്ചിട്ട് വേണം ഓപ്ഷൻസുകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. നിലവിൽ പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മോപ്പപ്പ് അലോട്ട്മെന്റ് വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് മാറ്റം ലഭിക്കുന്ന പക്ഷം പുതുതായി ഒഴിവുവരുന്ന സീറ്റുകളും ഈ അലോട്ട്മെന്റിൽ തന്നെ നികത്തപ്പെടുന്നതിനാൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടാൻ താല്പര്യമുള്ള എല്ലാ കോഴ്സും കോളേജുകളിലേക്കും ഓപ്ഷനുകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജുകളും ഒക്കെ തന്നെ നമ്മൾ കൊടുക്കുക. നമുക്ക് ഒഴിവിന്റെ എണ്ണത്തിന് അനുസരിച്ചിട്ടല്ല കൊടുക്കേണ്ടത്. നമുക്ക് ആ ഒരു ഓപ്ഷൻ സെറ്റിംഗ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ നിലവിലുള്ള ഓപ്ഷൻസുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റദ്ദാക്കപ്പെടുന്നതാണ്. അപ്പൊ പുതിയതായിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസുകൾ കൊടുക്കേണ്ടത്. പുതിയ കോഴ്സുകളും കോളേജുകളുമാണ് നിങ്ങൾ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഇതുവരെ കൊടുത്തതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ പുതുതായിട്ടാണ് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷനുകൾ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതില്ല. അപ്പൊ ഇവിടെ നോക്കുക, ഡേറ്റ് തന്നിട്ടുണ്ട്. ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വെബ്സൈറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. 16 തന്നെ 17 3 മണി വരെ, നാളെ 3 മണി വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം അവസാനിക്കുന്നു. 18 തന്നെയാണ് മോപ്പപ്പ് അലോട്ട്മെന്റ്. 20 4 മണി വരെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ മോപ്പപ്പ് അലോട്ട്മെന്റ് നിങ്ങൾ ഇതുവരെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ രേഖപ്പെടുത്തി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ ലഭ്യമായ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത്
നിങ്ങളുടെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം വിദ്യാർത്ഥികളെ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ വൈകിട്ട് 3 മണി വരെ ആകുമ്പോഴേക്ക് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. അതുപോലെ തന്നെ മോപ്പപ്പ് അലോട്ട്മെന്റ് ഘട്ടം മോപ്പപ്പ് ഘട്ടത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫീസ് ഓൺലൈൻ ആയോ കേരളത്തിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ ഫീസ് അടയ്ക്കാവുന്നതാണ്. പിന്നെ 20-ാം തീയതിയാണ് നിങ്ങൾക്ക് 20-ാം തീയതി 4 മണിക്ക് മുമ്പേ ആയിട്ടാണ് കോളേജിൽ ഹാജരാവേണ്ടത്. നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് കൊണ്ടുപോകേണ്ടത് നമ്മളെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ അസൽ ഡോക്യുമെന്റ് സഹിതമാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഓൾറെഡി എടുത്ത കോളേജുകളിൽ തന്നെയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമാണെങ്കിൽ അവിടെ തന്നെ എല്ലാ ഡോക്യുമെന്റ്സുകളും ഉണ്ടാകും. വേറൊരു കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ അവിടെ പോയി നിങ്ങൾ TCയും നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ തന്നെ തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് ഇപ്പം മോപ്പപ്പ് റൗണ്ടിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അലോട്ട്മെന്റ് ലഭിക്കുന്ന SC, ST, OEC എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, ശ്രീചിത്ര ഹോം, നിർഭയ ഹോം, ജുവനൈൽ ഹോം എന്നീ അന്തേവാസികൾക്കും ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളുമായി നമ്മൾ വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.